സന്നിധി തന്നിൽ നായക എന്നും. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും ആരാധിക്കുന്നതായ യഹോവ, അവന് തുല്യമായി മറ്റൊരു ശക്തിയില്ല എന്നുള്ളതായ ബോധ്യത്താലാണ്. സൃഷ്ടാവിനെ അത്രമേൽ നാം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ വളരെ കൃത്യതയോടുകൂടി ഒരു വെല്ലുവിളിയുടെ ശബ്ദത്തിൽ തന്നെ ചോദിക്കുന്നു, യഹോവേ, നിനക്ക് തുല്യൻ ആർ? എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഉടനീളം പരിശോധിക്കുകയാണെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ ഈ വെല്ലുവിളിക്ക് അപ്പുറമായി മറ്റൊരു വെല്ലുവിളിയുടെ ശബ്ദം ഉയർന്നു കാണുന്നു. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവൻ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ? അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. നാം ഇന്ന് ക്രിസ്ത്യാനിയായി നിൽക്കുമ്പോൾ, നാം ഒരു നല്ല മനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ, നാം ആരെയാണ് ആരാധിക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവത്തെയാണോ അതെയോ മൃഗത്തെയാണോ? ഒരു സാധാരണ ബുദ്ധിമാനായിട്ടുള്ളതായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നാം ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയും. എന്നാൽ ഈ ആരാധന എങ്ങനെയാണ്, ആരെയാണ് ആരാധിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്? നാം ദൈവത്തെ സ്നേഹിച്ച് ദൈവിക കൽപ്പന അനുസരിച്ചാണ് അവനെ ആരാധിക്കുന്നതെങ്കിൽ വളരെ കൃത്യതയോടെ പറയാം, നാം ദൈവത്തെ ആരാധിക്കുന്നു എന്നത്. ആരും സാത്താനെ ആരാധിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആരോ അവരെ തെറ്റിച്ചാണ് സാത്താനിലേക്ക് ആരാധന കൊണ്ടുപോകുന്നത്. എപ്രകാരമാണ്? ദൈവിക കൽപ്പനകൾക്കപ്പുറം മാനുഷികമായിട്ടുള്ളതായ കൽപ്പന അവരിലേക്ക് ചൊരിഞ്ഞതുകൊണ്ടാണ്. ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ, നാം തിരഞ്ഞെടുക്കുന്നതായ ആരാധന ദിവസം, ദൈവം വളരെ കൃത്യമായി നൽകിയിട്ടുള്ളതായ ശബത്ത് ദിവസമാണ് നാം ആരാധിക്കേണ്ടത്. എന്നാൽ ഏതു ദിവസം വേണമെങ്കിലും ആരാധിക്കാം എന്നുള്ളതായ തെറ്റിദ്ധാരണ മനുഷ്യരിലേക്ക് പകർന്നുകൊണ്ടാണ് സാത്താൻ ആരാധന പിടിച്ചു പറിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും ദൂതന്മാരും സർപ്പവും പിശാചിനോട് പടവെട്ടി. ദൂതന്മാരോടും സർപ്പവും പടവെട്ടി. പിന്നീട് മഹാസർപ്പത്തെ കണ്ടില്ല എന്ന്. സ്വർഗത്തിലെ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ തെറ്റിദ്ധാരണകൾ ഉത്ഭവിക്കുന്നതും തെറ്റായിട്ടുള്ളതായ ആരാധന രീതികൾ കടന്നു പോകുന്നതും. നാം ഇന്ന് ആരെ ആരാധിക്കണം? ദൈവത്തെ, അവനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ ദൈവത്തെ ആരാധിക്കണമോ അതെയോ മാനുഷിക കൽപ്പന അനുസരിച്ച് മൃഗത്തെ അല്ലെങ്കിൽ സാത്താനെ നാം ആരാധിക്കണമോ? നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രാർത്ഥനയോടും നമ്മുടെ തെരഞ്ഞെടുപ്പ് പഠനത്തോടും കൂടി ആയിരിക്കട്ടെ. നമുക്കിന്ന് പ്രഭാതത്തിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവമേ, അടിയന് പരിജ്ഞാനം നൽകണമേ. ആരെ ആരാധിക്കണമെന്നുള്ളതായ അറിവ് നൽകണമേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ തക്കണം അടിയനെ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കൊണ്ട് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.